നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള കോൺഗ്രസ് എം LDF-ൽ തന്നെ മുന്നണി മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ചെയർമാൻ ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നും തങ്ങൾക്ക് വേണ്ടി ആരും കരയേണ്ടെന്നും ജോസ് കെ മാണി. കെ മാണിയുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിനായി കവടിയാറിൽ 25 സെന്റ് സ്ഥലം 30 വർഷത്തേക്ക് വിട്ടുകൊടുത്ത് മന്ത്രിസഭാ തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 11ാം പ്രതി ശങ്കർദാസ് അറസ്റ്റിൽ. SP ശശിധരൻ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആശുപത്രിയിലെത്തി. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സന്നിധാനത്ത് 2017-ൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും അന്വേഷിക്കും. വാജിവാഹനം തന്ത്രിക്ക് നൽകിയതും പരിശോധിക്കും. തന്ത്രിക്ക് കൈമാറിയത് കീഴ്വഴക്കം അനുസരിച്ചെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യമില്ല. കൗമാരക്കലയുടെ മഹാപൂരത്തിന് ശക്തന്റെ തട്ടകത്തിൽ തിരിതെളിഞ്ഞു. കലാകാരന്മാരുടെ മതം, കലയെന്നും മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ഛിദ്ര ആശയങ്ങളെ തള്ളിക്കളയണമെന്നും കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. രാഷ്ട്രീയ വിമർശനത്തിന് മറുപടിയില്ലെന്ന് സുരേഷ് ഗോപി. 1ാം ദിനം വേദികൾ സജീവം. ഭക്തിസാന്ദ്രമായി ശബരിമല. മകരസംക്രമ സന്ധ്യയിൽ അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധന. ശരണമുഖരിതമായി സന്നിധാനം. മകരവിളക്ക് തൊഴുത് ഭക്തലക്ഷങ്ങൾ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം. ഗരുഡവാഹനങ്ങളിൽ മകരശിവേലി എഴുന്നള്ളിപ്പ് നടത്തി. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ഇന്ത്യൻ പൗരന്മാർ ലഭ്യമായ യാത്രാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി എത്രയും വേഗം രാജ്യമിടണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി. പാസ്പോർട്ട് ഉൾപ്പെടെ തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കൈവശം വെച്ചിരിക്കണമെന്ന് നിർദ്ദേശം. പ്രതിഷേധക്കാരെ നേരിട്ടാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ കർശന നടപടിയെന്ന് ഡൊണാൾഡ് ട്രംപ്. വിശദമായി നോക്കാം. കേരള കോൺഗ്രസ് എം UDF-ലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. LDF-നൊപ്പം പാർട്ടി ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയാണ് ഭരണമുണ്ടാവുക എന്നതാണ് സമീപ ദിവസങ്ങളിലെ വ്യാജ പ്രചരണങ്ങൾ തെളിയിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കുന്നു. ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെയായിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാവും. ബൈബിൾ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയത്. എല്ലാ ദിവസവും രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയാണ് ഭരണം എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയിൽ ഒരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പാർട്ടിയുടെ 5 MLA-മാരും പാർട്ടി നിലപാടിനൊപ്പം തന്നെയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുകയോ ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ് ഞങ്ങൾ ഹാപ്പിയാണ്. LDF ജാഥയിൽ താൻ തന്നെയായിരിക്കും ക്യാപ്റ്റൻ. സോണിയാഗാന്ധിയുമായി ചർച്ചകൾ നടത്തിയിരുന്നോ എന്ന ചോദ്യവും ജോസ് കെ മാണി തള്ളി. ചർച്ചകൾ നടന്നു എന്ന് പറയുന്നവരാണ് എവിടെ എപ്പോൾ ചർച്ചകൾ നടന്നു എന്ന് വ്യക്തമാക്കേണ്ടത്. ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ മത്സരിക്കണമെന്നും ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ മത്സരിക്കണമെന്നതും 16-ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കോട്ടയം.
കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് താൽപര്യം പ്രകടിപ്പിക്കാത്തിടത്തോളം മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുമുന്നണിയുടെ ഭാഗമാണെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. UDFന്റെ ജനകീയ അടിത്തറ ശക്തിപ്പെടുത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ചാക്കിട്ട് പിടിക്കേണ്ടതില്ല. വരുന്ന തിരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് നേടി കോൺഗ്രസ് വിജയിക്കുമെന്നും വലിയ പരാജയമാണ് ഇടതുപക്ഷത്തിനെ കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അവരിപ്പോൾ ഇടതുമുന്നണിയുടെ ഭാഗമാണെന്നാണല്ലോ ജോസ് കെ മാണി തന്നെ പറയുന്നത്. പിന്നെ ഇപ്പോൾ അവർ മുന്നണി വിട്ടു വരികയോ അവർ മുന്നണി വിടുന്ന താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴോ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ലാത്തപ്പോഴെന്ത് ചർച്ച ചെയ്യാനാണ്? അപ്പോൾ അതവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ തീരുമാനിച്ചൊരു മുന്നണിയിൽ പുറത്തു വരികയാണെങ്കിൽ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ? അവരിപ്പോൾ ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലേ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും എടുത്തേക്കുന്ന നിലപാട് അതാണ്. ഈ കാര്യത്തിൽ അവർ ഒരു തരത്തിലും അല്ലെങ്കിൽ ഇടതു മുന്നണി തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നീട് ചർച്ചയുടെ പ്രസക്തി അവിടെ ഉണ്ടാകുകയില്ല. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മുന്നണി ആരുടെയും പുറകെ പോകില്ല, ആർക്കു നേരെയും വാതിൽ കൊട്ടി അടയ്ക്കുകയുമില്ല. സഹകരിക്കാൻ തയ്യാറുള്ളവരെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, കേരള കോൺഗ്രസ് UDFിലേക്ക് വരുന്നതിന് തുടക്കം മുതൽക്ക് സ്വാഗതം ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവർ വരുന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് പാർട്ടി മുന്നണിയാണ്. ആശയപരമായി യോജിക്കാൻ പറ്റുന്നവരുമായി യോജിക്കുമെന്നും കൂടുതൽ കക്ഷികൾ UDFിലേക്ക് വരുന്ന ട്രെൻഡ് ഉണ്ടാകുമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. സഹകരിക്കാൻ താൽപ്പര്യമുള്ളവരെ ചേർത്ത് നിർത്തണമെന്നത് UDF നേതാക്കൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. രാഷ്ട്രീയ അടിത്തറ വിപുലീകരണം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരം AP വിഭാഗവുമായുള്ള ബന്ധം ദൃഢമാക്കാനൊരുങ്ങി മുസ്ലിം ലീഗ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ സ്വീകരണ പരിപാടിയിൽ ലീഗ് നേതാക്കൾ സജീവ സാന്നിധ്യമാണ്. ജനുവരി 1 കാന്തപുരം AP മുസ്ലിയാരുടെ കേരള യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായത്. 1989 സമസ്ത സുന്നി പിളർപ്പിനെ തുടർന്ന് രൂപീകരിച്ച കാന്തപുരം നയിക്കുന്ന ജംഇയ്യത്തുൽ ഉലമ ഇക്കാലം വരെ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടതുമുന്നണിയോട് അകലം പാലിച്ചു വരികയാണ്. വെള്ളാപ്പള്ളിയുടെ വിവാദ മലപ്പുറം പരാമർശത്തിൽ കടുത്ത എതിർപ്പുയർത്തിയതിന് പിന്നാലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിലേക്ക് കാന്തപുരം വോട്ടുകൾ ഒഴുകുന്നതാണ് കണ്ടത്. സമസ്ത EKയിലെ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് കാന്തപുരവുമായുള്ള അടുപ്പം സുദൃഢമാക്കിയിട്ടുള്ളത്. കേരള യാത്ര കാസർഗോഡ് നിന്ന് മലപ്പുറം എത്തിയപ്പോഴേക്കും ലീഗിലെ പ്രമുഖ നേതാക്കൾ പലരും കാന്തപുരത്തിനൊപ്പം വേദി പങ്കിട്ടിരുന്നു. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും കാന്തപുരം വേദിയിൽ സജീവ സാന്നിധ്യമായി. CPM നേതാവ് AK ബാലൻ്റെ പരാമർശത്തിൽ ലീഗിനൊപ്പം കാന്തപുരവും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. സമസ്ത EK വിഭാഗത്തിൻ്റെ 100ാം വാർഷിക സമ്മേളനം കാസർഗോഡ് തുടങ്ങാനിരിക്കെയാണ് ലീഗ് കാന്തപുരവുമായി കൈകോർക്കാൻ ഒരുങ്ങുന്നത്. CPMനോടുള്ള കാന്തപുരത്തിൻ്റെ അകൽച്ച തിരഞ്ഞെടുപ്പിൽ പരമാവധി മുതലാക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി തെളിവെടുപ്പ് നടത്തിയ പ്രത്യേക അന്വേഷണ സംഘം തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. അതിനിടെ പീഡന പരാതിയിൽ വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കനത്ത സുരക്ഷയിലായിരുന്നു നടപടിക്രമങ്ങൾ. പാലക്കാട് ഹോട്ടൽ മുറിയിൽ നിന്ന് ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഫോണിൽ നിർണായക ചാറ്റുകൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. MLAക്കെതിരെയുള്ള പരാതിയിൽ കേസെടുത്ത അന്വേഷണ സംഘത്തിന് നിർണായകമാകുന്ന ഡിജിറ്റൽ ഡിവൈസുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. രാഹുൽ ഉപയോഗിച്ചിരുന്ന മൊബൈലുകൾ, ലാപ്ടോപ്പ് എന്നിവയാണ് അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടത്. യുവതിക്കെതിരായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ രാഹുൽ മൊബൈൽ ഫോണിൽ പകർത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനായാണ് ഡിജിറ്റൽ ഡിവൈസുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതി പരാതിയിൽ സൂചിപ്പിച്ച പാലക്കാട്ടെ ഫ്ളാറ്റ് സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടതുണ്ട്. അടൂരിലെ രാഹുലിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടത്തി. മാത്രമല്ല, കേസിൽ വിശദമായ ചോദ്യം ചെയ്യൽ തുടരും. കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. അതിനിടെ പീഡന പരാതിയിൽ വിദേശത്തുള്ള യുവതിയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ അനുമതി തേടും. യുവതി താമസിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിലൂടെയാണ് രഹസ്യമൊഴിയെടുക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന SITക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസമാണ്. പ്രതി ചേർക്കപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യാതെ ശങ്കരദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൻ SP ആയതുകൊണ്ടാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. എന്തായാലും വിമർശനത്തിന് പിന്നാലെ ഇന്ന് വൈകിട്ടോടെ ശങ്കരദാസിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ആശുപത്രിയിലെത്തി SP ശശിധരൻ നേരിട്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തത്. വിവരം രേഖാമൂലം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ കേസിലെ 11ാം പ്രതിയാണ് K.P. ശങ്കരദാസ്. അദ്ദേഹം 2019 ദേവസ്വം ബോർഡ് അംഗം കൂടിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും SIT സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ. തന്ത്രി കണ്ഠര് രാജീവരുമായി ബന്ധപ്പെട്ട പലരിൽ നിന്നും SIT സംഘം മൊഴിയെടുത്തിരുന്നു. തുടർന്നാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭ്യമായത്. ഈ സാഹചര്യത്തിലാണ് 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ് കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത്. കൊടിമരത്തിലുണ്ടായിരുന്ന വാജീവാഹനത്തിനും അഷ്ടദിക് പാലകന്മാർക്കും വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. കൊടിമരം മാറ്റി സ്ഥാപിക്കുമ്പോൾ ഈ വാജീവാഹനം തന്ത്രിയുടെ പക്കലേൽപ്പിച്ചു. എന്നാൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ അഷ്ടദിക് പാലകന്മാർ എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പഴയ കൊടിമരത്തിനുണ്ടായിരുന്ന വാജീവാഹനം തന്ത്രി കണ്ഠര് രാജീവർ കൈവശം വെക്കുകയായിരുന്നു. 2017 ശബരിമലയിലുണ്ടായിരുന്ന വളരെ മൂല്യമുള്ള വാജീവാഹനം തന്ത്രി വീട്ടിലേക്ക് കൊണ്ടുപോയത്. കട്ടിളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം SIT സംഘം തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും വാജീവാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. എന്നാൽ ശബരിമലയിലെ കൊടിമരത്തിലെ വാജീവാഹനം തന്ത്രിക്ക് നൽകിയത് കീഴ്വഴക്കം അനുസരിച്ചായിരുന്നുവെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ. അവ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം. പഴയ കൊടിമരത്തിന് കേടുപാടുകൾ ഉണ്ടായതിനാലാണ് പുതിയത് സ്ഥാപിച്ചത്. ഞങ്ങൾക്ക് മുൻപുള്ള ബോർഡാണ് കൊടിമരം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതെന്നും അജയ് തറയിൽ പറഞ്ഞു. കൊടിമരത്തിലെ വാജീവാഹനം, താഴികക്കുടം എന്നിവ തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്നാണ് തങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട്. ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും പറഞ്ഞതനുസരിച്ചാണ് ഇവ തന്ത്രിക്ക് കൈമാറിയതെന്ന് മുൻ ദേവസ്വം ബോർഡ് അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ പ്രതികരിച്ചു. സ്വർണം പൂശിയ പറകൾ, അഷ്ടദിക് പാലകരടക്കം പഴയ കൊടിമരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് മഹസർ തയ്യാറാക്കി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സ്ട്രോങ് റൂമിൽ അവയെല്ലാം സുരക്ഷിതമായി ഉണ്ടെന്നും അജയ് തറയിൽ പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളും തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കണം എന്ന് അന്ന് പ്രസിഡന്റ് നിർദ്ദേശിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി അത് കൊടുക്കുകയാണ് ഉണ്ടായത്. അല്ലാത്തൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഈ കേസുണ്ടായ സമയത്ത് ബഹുമാനപ്പെട്ട തന്ത്രി മാധ്യമങ്ങൾ പറയുകയുണ്ടായി, ഈ വാജീവാഹനം എൻ്റെ കയ്യിലുണ്ട്, ആ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ ദേവസ്വത്തിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. പുതിയ കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് തങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ബോർഡാണ്. കൊടിമരത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാലാണ് പുനരുദ്ധാരണം നടത്താൻ തീരുമാനിച്ചത്. ആന്ധ്രയിൽ നിന്നുള്ള ഫിനിക്സ് ഗ്രൂപ്പാണ് കൊടിമരത്തിനാവശ്യമായ സ്വർണം സ്പോൺസർ ചെയ്തതെന്നും അജയ് തറയിൽ വ്യക്തമാക്കി. ഇവിടുത്തെ കൊടിമരം ദ്രവിച്ചിരിക്കുന്നു, കൊടിമരം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം അന്നത്തെ ഞങ്ങളുടെ കാലത്തല്ല അതിന് മുമ്പുള്ള ഒരു ദേവപ്രശ്നത്തിൽ ഇപ്പോൾ ഉയർന്നു വരികയും അന്നത്തെ ദേവസ്വം ബോർഡ് കൊടിമരം മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊടിമരം മാറ്റിസ്ഥാപിച്ചതും SIT അന്വേഷിക്കുന്നുവെന്ന വിവരത്തിനിടെയാണ് കൊടിമരം സ്വർണം പൂശിയതിലടക്കം മുൻ ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ വിശദീകരിക്കുന്നത്. 2017 പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയത്. കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായിരുന്ന ഭരണസമിതിയാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷകളിലായിരുന്നു വിധി. 3 മാസമാകുന്ന അറസ്റ്റ് നടന്നിട്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു പോറ്റിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോഴും തെളിവുകൾ ശേഖരിക്കുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷൻ ആവശ്യം അംഗീകരിച്ചായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. ഇറാനിൽ ആഭ്യന്തര കലാപവും സാമ്പത്തിക പ്രതിസന്ധിയും അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം രാജ്യമിടണമെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ലഭ്യമായ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘർഷ മേഖലകൾ വിട്ടുപോകണമെന്നാണ് മുന്നറിയിപ്പ്. വിദ്യാർത്ഥികളും തീർത്ഥാടകരും വ്യവസായികളും വിനോദസഞ്ചാരികളും അടക്കമുള്ളവർക്കാണ് നിർദ്ദേശം. പാസ്പോർട്ട് അടക്കം തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കൈവശം വെച്ചിരിക്കണമെന്നും ഏത് ആവശ്യത്തിനും എംബസിയെ ബന്ധപ്പെടണമെന്നും അറിയിപ്പുണ്ട്. പ്രശ്നബാധിത മേഖലകളിൽ US സൈന്യത്തിന്റെ പിടിച്ചടക്കൽ ഏത് നിമിഷവും ഉണ്ടാകുമെന്ന സൂചനയാണ്. 2500-ലേറെ പേർ ഇതുവരെ പ്രക്ഷോഭങ്ങളിൽ
കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അതേസമയം പ്രക്ഷോഭം ശക്തമാക്കണമെന്നും ഔദ്യോഗിക സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കണമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിഷേധക്കാരോടുള്ള ആഹ്വാനം എരിതീയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആരോപിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിലവിലെ ഭരണകൂടം. കുവൈറ്റിൽ ചെറിയ അപകടങ്ങളെ തുടർന്ന് വാഹനം റോഡിന്റെ നടുവിൽ നിർത്തുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നതായും ഇത് ഗതാഗത നിയമലംഘനമായി കണക്കാക്കുമെന്നും ഗതാഗത വകുപ്പ്. ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനം റോഡിന്റെ നടുവിൽ നിർത്തുന്ന ഡ്രൈവർമാർക്കെതിരെ ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ചുമത്തുമെന്ന് റോഡ് സേഫ്റ്റി ബോധവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുല്ല ബുഹസൻ വ്യക്തമാക്കി. ചെറിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വാഹനങ്ങൾ ഉടൻ തന്നെ റോഡിൽ നിന്ന് മാറ്റുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇത് ഗതാഗതം സുഗമമാക്കുന്നതിനും സമയവും പരിശ്രമവും ലാഭിക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ സാഹൽ ആപ്പ് വഴി ഇഷാർ സഗൻ എന്ന പുതിയ സേവനം ആരംഭിച്ചു. വാടക കരാറുകൾ നിരീക്ഷിക്കുന്നതിനുള്ള ഈ സേവനം ഏകീകൃത സർക്കാർ ആപ്പായ സഹൽ വഴിയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. സ്വന്തം കെട്ടിടത്തിൽ ഏതെങ്കിലും പുതിയ വാടക കരാർ രജിസ്റ്റർ ചെയ്താൽ കെട്ടിട ഉടമയ്ക്ക് ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതാണ് ഈ സേവനം. രജിസ്റ്റർ ചെയ്ത വാടക കരാർ കെട്ടിട ഉടമയുടെ സമ്മതപ്രകാരമല്ലെങ്കിൽ സഹൽ ആപ്പിലൂടെ തന്നെ താമസക്കാരെ ഒഴിവാക്കാനും സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റിയെ സമീപിച്ച് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനും പുതിയ സേവനം ഉപയോഗപ്പെടുത്താം. കുവൈറ്റിലെ പ്രമുഖ വ്യവസായിയും മലയാളികൾ ഉൾപ്പെടെ 15,000-ലധികം പേർ ജോലി ചെയ്യുന്ന സ്ഥാപനവുമായ അൽമുല്ല ഗ്രൂപ്പിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ നജീബ് അബ്ദുല്ല അൽമുല്ല അന്തരിച്ചു. 85 വയസ്സ് ആയിരുന്നു. 1969 മുതൽ അൽമുല്ല ഗ്രൂപ്പ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ നിരവധി നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ച അദ്ദേഹം സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നയിച്ചതിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നീ മേഖലകൾക്ക് പുറമെ എഞ്ചിനീയറിംഗ്, സാമ്പത്തിക സേവനങ്ങൾ, ലീസിംഗ്, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ 40-ലധികം മേഖലകളിലേക്കും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ മുൻകൈയെടുത്തു. സാമൂഹിക രംഗത്തും നിറഞ്ഞു നിന്ന അദ്ദേഹം ഒട്ടേറെ ജീവകാരുണ്യ പദ്ധതികൾക്ക് ഉദാരമായ പിന്തുണയാണ് നൽകി വന്നിരുന്നത്. ഈജിപ്ത്, ലബനൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ മുസ്ലിം ബ്രദർഹുഡ് ശാഖകളെ അമേരിക്ക ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചതിനെ സൗദി അറേബ്യ അംഗീകരിച്ചു. തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അപലപിക്കുന്നതായും അറബ് രാജ്യങ്ങളുടെ സുരക്ഷ, സ്ഥിരത, സമൃദ്ധി, മേഖലയുടെയും ലോകത്തിന്റെയും സുരക്ഷ എന്നിവ കൈവരിക്കുന്ന എല്ലാറ്റിനും പിന്തുണ നൽകുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഈജിപ്തിലെയും ലബനിലെയും ജോർദാനിലെയും മുസ്ലിം ബ്രദർഹുഡ് ശാഖകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചതിനെ ഈജിപ്തും അംഗീകരിച്ചു. സൗദിയിൽ ദൈവനാമങ്ങളുടെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നതിന് നിർണായക നീക്കവുമായി സൗദി വാണിജ്യ മന്ത്രാലയം. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളോ ദൈവസ്തുതികളോ അനാദരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വസ്തുക്കളിലും രേഖപ്പെടുത്തരുതെന്ന് സൗദി മന്ത്രാലയം വാണിജ്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയപ്പെടുന്ന ക്യാരി ബാഗുകൾ, റാപ്പറുകൾ, പാക്കിംഗ് മെറ്റീരിയലുകൾ എന്നിവയിൽ ഇത്തരം നാമങ്ങൾ പതിപ്പിക്കുന്നത് നിരോധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് അഥവാ GGI സംഘടിപ്പിക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സീസൺ 2 വൻ വിജയമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരുന്നതായി GGI ഭാരവാഹികൾ. സാംസ്കാരികോത്സവം ജനുവരി 16 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 11 മണി വരെ ജിദ്ദ അൽ റിഹാബിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടക്കും. ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഖ്യാതിഥിയാവുന്ന ചടങ്ങിൽ ഇന്ത്യൻ കോൺസുൽമാരും സൗദി ഇന്ത്യൻ പ്രമുഖരും സംബന്ധിക്കും. പ്രശസ്ത സൗദി കലാകാരന്മാരോടൊപ്പം 100-ലേറെ ഇന്ത്യൻ കൗമാര കലാപ്രതിഭകളും അണിനിരക്കുന്ന സാംസ്കാരികോത്സവത്തിൽ അറബ് ഇന്ത്യൻ പരമ്പരാഗത നാടോടി കലാരൂപങ്ങൾ അരങ്ങേറും. MES മമ്പാട് കോളേജ് അലൂമിനി ജിദ്ദ ചാപ്റ്ററിന്റെ ബാനറിൽ ജിദ്ദയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫാമിലി മീറ്റ് വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് വാദി മുറയിലെ അബുറാത്ത് വില്ലയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗഹൃദ സംഗമം, സംഗീത പരിപാടികൾ, ഒപ്പന, ഡാൻസ്, ഫണ്ണി ഗെയിമുകൾ തുടങ്ങി വൈവിധ്യമാർന്ന കലാകായിക വിനോദങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംഗമത്തിന്റെ പ്രോഗ്രാമുകളെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye
ഭക്തിസാന്ദ്രമായി ശബരിമല. മകരസംക്രമ സന്ധ്യയിൽ അയ്യന് തിരുവാഭരണം ചാർത്തി ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് തൊഴുത് ഭക്തലക്ഷങ്ങൾ. ശബരിമലയെ അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമാക്കിയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് ആയിരക്കണക്കിന് ആളുകളാണ് പർണശാലകൾ കെട്ടി കാത്തിരുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ഓരോ പർണശാലകളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനത്തിനെത്തിയവരടക്കം സന്നിധാനത്ത് മകരജ്യോതി തെളിയുന്നത് കാണാനായി കാത്തുനിന്നിരുന്നു. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 6:20 സന്നിധാനത്തേക്ക് എത്തി. തിരുവാഭരണ വാഹക സംഘത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, അംഗങ്ങളായ PD സന്തോഷ് കുമാർ, K രാജു തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സോപാനത്ത് തിരുവാഭരണ പേടകം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്, മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി എന്നിവർ ഏറ്റുവാങ്ങി. പന്തളം കൊട്ടാരത്തിൽ നിന്നെത്തിച്ച തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് 6:40 ഈ സമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞതോടെ വിശ്വാസികൾ ദർശന പുണ്യം തേടി. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. രാജ്യാഭിവൃദ്ധിക്കും പ്രജാക്ഷേമത്തിനുമായി നവംബർ 20 ആരംഭിച്ച മുറജപത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ലക്ഷദീപത്തോടുകൂടി മകരശിവേലി നടന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും മൺചരാതുകളും വൈദ്യുതി വിളക്കുകളും തെളിയിച്ചു. രാത്രി 8:30 മകരശിവേലി നടന്നു. ശ്രീപത്മനാഭസ്വാമി, നരസിംഹസ്വാമി, കൃഷ്ണസ്വാമി എന്നീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ പുഷ്പാലങ്കൃതമായ ഗരുഡവാഹനത്തിലാണ് എഴുന്നള്ളിച്ചത്. തിരുവിതാംകൂർ രാജവംശത്തിലെ സ്ഥാനികൻ അകമ്പടി സേവിച്ചു. പൂരനാട്ടിൽ കൗമാരക്കലയുടെ മഹാപൂരത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് കേരള സ്കൂൾ കലോത്സവം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി 101 കലാകാരന്മാരുടെ മേളവും 64 വിദ്യാർത്ഥികളുടെ കുടമാറ്റവും ഒരുക്കിയിരുന്നു. കലാകാരന്മാരുടെ മതം കലയാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രക്ഷിതാക്കളുടെ അനാവശ്യ മത്സരം കലോത്സവ വേദിയിൽ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കിഴക്കോട്ടനിയന്മാരും പെരുവനം സതീശന്മാരും നേതൃത്വം നൽകിയ മേളത്തോടെയാണ് തൃശൂർ കലോത്സവം ആരംഭിച്ചത്. 64ാം കലോത്സവത്തെ സൂചിപ്പിച്ച് 64 കുട്ടികൾ അണിനിരന്ന കുടമാറ്റവും ഉണ്ടായി. ഇതോടെ തേക്കിൻകാട് മൈതാനത്ത് ചെറു തൃശൂർ പൂരം തന്നെ നടന്നു. BK ഹരിനാരായണൻ രചിച്ച സ്വാഗതഗാനം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലയാണ് അവരുടെ മതം. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കാനും സാധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക, അതാണ് വേണ്ടത്. കലയാണ് അവരുടെ മതം എന്ന് കണക്കാക്കുക. കേവലം മത്സര ഇടമല്ല, സാംസ്കാരിക വിനിമയ വേദികളാണ് കലോത്സവമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. രക്ഷിതാക്കൾ അനാവശ്യ മത്സരബുദ്ധി ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു വാക്ക്, കലോത്സവങ്ങൾ കേവലം മത്സരങ്ങളല്ല, സാംസ്കാരിക വിനിമയ വേദികളാണ്. അമിതമായ മത്സരബുദ്ധി ഒഴിവാക്കി തോൽവികളെയും പുഞ്ചിരിയോടെ നേരിടുവാൻ മക്കളെ പ്രാപ്തമാക്കണം. കലോത്സവം ഐക്യത്തിന്റെ ഉദയമാണെന്നും അത് നമ്മെ നല്ല പൗരന്മാരായി രൂപപ്പെടുത്തുന്നുവെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായക പങ്ക് വഹിക്കുന്നു. വിജയം ആരുടെയും പരാജയത്തിന്മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വക ഗാനാലാപനവും ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ, എന്നോ മേലുറക്കമായി ഉണർത്തരുതേ. സർവമായ ചിത്രത്തിലൂടെ സുപരിചിതയായ റിയ ഷിബു ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ചു. മന്ത്രിമാരായ R ബിന്ദു, K രാജൻ, K കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട തന്ത്രിയും സ്വർണ്ണക്കൊള്ളയും ദൈവതുല്യരും പരാമർശിച്ചും പരിഹസിച്ചും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ചാക്യാർകൂത്ത് വേദി 7 മന്ദാരത്തിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം ചാക്യാർകൂത്തിൽ ബഹുഭൂരിപക്ഷവും ഒരേ കഥ തന്നെ ആവർത്തിച്ചത് വിരസതയുണ്ടാക്കി. ബ്രാഹ്മണർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. എന്താണോ ഇത്ര കേമായിട്ട് പറയാൻ? അത് തനിക്കറിയാഞ്ഞിട്ടാ. ബ്രാഹ്മണരൊന്നും കൂട്ടാതെ ഊണ് കഴിക്കില്ല. പിന്നെ അവരെന്തു കൂട്ടിയിട്ടാണോ ഊണ് കഴിക്കുക? അതെന്നെ ഞാൻ പറഞ്ഞത്. അവര് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവര് ലഹള കൂട്ടിയിട്ടെങ്കിലും ഉള്ളു. അങ്ങനെ ഇരുന്നാ തുടങ്ങോട് കത്തിക്ക് തിരക്കി അവിടെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആദ്യം ഇല ഇട്ട് കഴിയുന്ന വെച്ചാൽ ദാ ഈ ഇലയൊന്ന് മാറ്റണം. ഇതിന് വലിയ കേടൊന്നും ഇല്ലല്ലോ. കേടൊന്നാലേ നാ മാറ്റുള്ളൂ. എന്നാ കാണിച്ചരാ കൈകൊണ്ടൊരൊറ്റ തിരുമലേ. എങ്ങനാ വെച്ച ഇല അപ്പം മാറ്റണം. അങ്ങനെ ആക്ഷേപഹാസ്യം ഉപയോഗിച്ച് ഗൗരവമേറിയ വിഷയങ്ങളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള കലയായ ചാക്യാർകൂത്ത് ഇത്തവണ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ സമകാലിക വിഷയങ്ങളെ തൊട്ടുതലോടിപ്പോയി. പല പല കേമന്മാരും പണ്ട് ഭരിച്ചിരുന്നവരും ദൈവതുല്യന്മാർ വരെ അകത്ത് കിടക്കുന്നുണ്ട്. ഇത്ര എന്താ തനിക്ക് കുറച്ചാൾ അകത്ത് വന്ന ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ കുറച്ചുനാളകത്ത് കിടന്ന് പുറത്തിറങ്ങിയ പണ്ടത്തേക്ക് ആ കേമന്മാരാവുന്ന പറയണതേ. അപ്പോ കാരാഗ്രഹമാക്കാൻ പരിഭ്രമിക്കാന്നില്ല എന്നാണെങ്കിൽ അതല്ല എന്റെ ശിക്ഷ. പിന്നെയോ സ്വർണം കൊണ്ടുള്ള ശിക്ഷയാണ് ഞാൻ നിശ്ചയിച്ചുള്ളത്. ആരാണോ കൃഷ്ണൻ സഭയിൽ വരുന്ന സമയത്ത് ഇരുന്ന സ്ഥലത്ത് നിന്നിട്ട് അവനെ മാനിക്കണത്, അവരോരോരുത്തരും എനിക്ക് 12 ഭാരം വീതം സ്വർണം തരണം. ബുദ്ധിമുട്ടൊന്നുമല്ലടോ, സാമർഥ്യം ഉണ്ടെങ്കിൽ ആവാം. ഇപ്പൊ വലിയ വലിയ സ്ഥലങ്ങളൊക്കെ കട്ട്ല വാതില് ശില്പങ്ങളൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതുണ്ട്. ആർക്കും പൊളിച്ചോണ്ട് പോവാന്നാ പറയണതേ. അധികം നോട്ടൊന്നുമില്ലടോ. താന് വേണമെങ്കിൽ 2-3 കൊണ്ടുപോയിക്കോളൂ. അപ്പൊ എനിക്ക് ചെയ്യാം, സ്വർണവും കൊടുക്കാലോ. എടോ അങ്ങനെ ഇപ്പൊ ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. കട്ടിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. എന്നാ അതെന്താച്ചാ ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ. ആട്ടെ താനോ യുദ്ധമൊക്കെ എപ്പോ ഉണ്ടാവാൻ പോണത് ഇല്ലേ? അതിന് ധാരാളം ദ്രവ്യം വേണ്ടി വരും. രാജാക്കന്മാർക്ക് നിൽക്കണ്ട. ഭരണാധികാരികൾക്ക് എവിടുന്ന ദ്രവ്യം ഉണ്ടാവുക? പ്രജകളുടെ കരം പിരിക്കണം, നികുതി പിരിക്കണം. ഇപ്പൊ തന്നെ പിരിച്ചൊരു ഭാഗമായിട്ടുണ്ട് അല്ലേ നികുതിയെ. നീ യുദ്ധത്തിന് എന്ന് പറഞ്ഞ ആദ്യം പിരിക്കാൻ പുറപ്പെട്ട പ്രജകൾ തിരിച്ചു പിരിച്ചു എന്ന് വരും. അതാ ഇങ്ങനെ ഒരു യുക്തിയിൽ ധാരാളം സമ്പാദിക്കാന്ന് നിശ്ചയിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ നിശ്ചയിച്ചത്. ബഹുഭൂരിപക്ഷവും പാഞ്ചാലി സ്വയംവരം വിഷയമാക്കിയപ്പോൾ ശ്രീകൃഷ്ണന്റെ ദുര്യോധനുമായുള്ള സന്ധി സംഭാഷണ കഥയിലും സ്വർണ്ണക്കൊള്ള കടന്നു വന്നു. അല്ലേ തന്നെ ബ്രാഹ്മണന്മാർക്കൊന്നും യാതൊരു വിലയില്ലാത്ത കാലാപ്പിള്. പണ്ട് ബ്രാഹ്മണരെ കണ്ടാൽ മറ്റുള്ളവർ വഴിമാറി നടക്കണം എന്നായിരുന്നു. ഇപ്പോഴത്തെ മറ്റുള്ളവരെ കണ്ടാൽ ബ്രാഹ്മണര് വഴിമാറി കൊടുക്കണം എന്നായി. പിന്നെ ബ്രാഹ്മണരുടേതെന്ന് പറയാൻ ചില മന്ത്രവും തന്ത്രവും പൂജ അനുഗ്രഹങ്ങളൊക്കെ ബാക്കിയുള്ളൂ. തന്ത്രം എന്നല്ലാണ്ട് തന്ത്രി എന്നൂടി പറയാൻ നിവർത്തിയില്ലാത്ത കാലാപ്പിള്. കേൾക്കുന്നില്ല ഇവിടുത്തെ കഥയൊക്കെ? ഇപ്പോഴത്തെ ഈ തന്ത്രി മന്ത്രി പൂജാരിയും എല്ലാവരും കൂടെ ദൈവത്തെ കൂടെ അപഹരിച്ചുകൊണ്ട് പോവാ. ക്ഷേത്രങ്ങളിൽ ചെന്നാൽ നമ്മളൊക്കെ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക? അയ്യോ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേന്നാ. എന്നാ ഇപ്പോഴത്തെ ദൈവങ്ങൾ തന്നെ കൂടെ ഇറങ്ങി ഓടുക എന്നാ കേൾക്കണത്. പിന്നെ നമ്മുടെ അനുഗ്രഹത്തിന് ഫലം കൂടി ഇല്ല എന്ന് വെച്ചതേത് ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കളയാ ഭേദം. അമൃത ന്യൂസ്, തൃശൂർ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.